കേരളപ്പഴമയും പൈതൃകവും വിളിച്ചോതുന്ന പുരാവസ്തുക്കളും ചരിത്ര വഴികളും ശേഖരിക്കുകയാണ് കട്ടപ്പന സ്വദേശി ചീരാങ്കുഴിയിൽ ടെഡി. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള 100-ലേറെ പ്രാചീന ഗൃഹോപകരണങ്ങളുടെയും അപൂർവ വസ്തുക്കളുടെയും ശേഖരമാണ് ടെഡിയുടെ കൈവശമുള്ളത്. വെഡ്ഡിംഗ് ഡ്രസ് ഡിസൈനറായ ടെഡി തന്റെ സുഹൃത്തുക്കൾ സമ്മാനമായി നൽകിയതും മോഹവില കൊടുത്ത് വാങ്ങിയതുമായ അപൂർവ വസ്തുക്കളുടെ വലിയ ശേഖരമാണ് പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. ശരിക്കും ഒരു ആൻറ്റിക്കിൻ്റെ നല്ലൊരു പഴയ ഒരു വീട് മേടിച്ച് വെച്ചിട്ട് അതിനകത്ത് ഒരു മ്യൂസിയം പോലെ പണിയണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് ജനിച്ചു വരുന്ന തലമുറയ്ക്ക് ഇതുകളൊന്നും കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ഒരു തലമുറ മുമ്പിലത്തെ തലമുറയെ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഈ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. കാരണം ഒരു പുതിയ ജനറേഷൻ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അവർക്ക് കാണാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പല സ്കൂളുകളും വിളിക്കാറുണ്ട്. അങ്ങനെ ഓരോ സ്കൂളുകളിലും പോയിട്ട് ഞാൻ എക്സിബിഷൻ നടത്താറുണ്ട്. നേരത്തെ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഏത് സ്കൂളിലും നമ്മൾ എക്സിബിഷൻ വന്ന് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊരു അവയർനെസ്സിന് വേണ്ടി നമ്മളൊരു സോഷ്യൽ സർവീസ് വേണ്ടിയാണ് ചെയ്യുകയാണ്. നമ്മൾ ഒരു തലമുറയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരിശുദ്ധ ഖുർആൻ കൂടാതെ ചരിത്രരേഖകൾ, അതിപുരാതന നാണയങ്ങൾ, പുരാതന കാലത്തെ നിത്യോപയോഗ സാധനങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാട്ടുപെട്ടി, ഗ്രാമഫോൺ, രാജഭരണകാലത്തെ ഓട്ടക്കാലണ നാണയങ്ങൾ, അമ്മിക്കല്ല്, അരകല്ല്, അളവ് തൂക്ക ഉപകരണങ്ങളായ പറ, നാഴി, ചങ്ങഴി എന്നിവയും ഓട്ടുകിണ്ടി, കോളാമ്പി, റാന്തൽ വിളക്ക്, മണ്ണെണ്ണ വിളക്ക്, 1963 മുതലുള്ള ലോട്ടറി ടിക്കറ്റുകൾ തുടങ്ങി പുതുതലമുറയ്ക്ക് കേട്ട് കേൾവി മാത്രമുള്ള വില്ലീസ് വണ്ടിയടക്കം 100-ലേറെ പ്രാചീന ഗൃഹോപകരണങ്ങളുടെയും അപൂർവ വസ്തുക്കളുടെയും അത്ഭുത ലോകമാണ് ടെഡി കാത്തുസൂക്ഷിക്കുന്നത്. പഴയ മോഡലിലുള്ള വീട് വാങ്ങി അവിടെ ഒരു മ്യൂസിയം ഒരുക്കണമെന്ന ആഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് സോഷ്യൽ സർവീസായി ടെഡി പല സ്ഥലങ്ങളിലും പുരാവസ്തു പ്രദർശനവും നടത്തി വരുന്നുണ്ട്.